ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് CK പത്മനാഭൻ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് അരിസ്റ്റോ ജംഗ്ഷനിൽ 65 സെന്റ് സ്ഥലം വാങ്ങുന്നത് BJPയുടെ സംസ്ഥാന ഓഫീസിനായിട്ട്. കുമ്മനം രാജശേഖരൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അതിൻ്റെ തറക്കല്ലിടൽ നടന്നത്. എന്നാൽ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കാരണം വലിയ ദീർഘമായ ഒരു കെട്ടിടമാണ്. അപ്പോൾ അതിന് ഒരുപാട് സാങ്ഷനും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് പൂർത്തിയാക്കണം. എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ്റെ ടൈമായപ്പോൾ പൂർത്തിയായി. ഞാനിപ്പോൾ ഇതിനകത്ത് പറയാൻ കാരണം, ഇന്നലെ ആ കെട്ടിടത്തെ സംബന്ധിച്ച് മിക്കവാറും എല്ലാ ചാനലുകളും ബൈറ്റുകളും കെട്ടിടത്തിനകത്തുള്ള സംവിധാനങ്ങളൊക്കെ കാണിക്കുന്നതിന് അനുവാദം കൊടുക്കുകയും എല്ലാവരും കാണിച്ചു. പക്ഷേ റിപ്പോർട്ടർ ചാനൽ എത്ര കുത്തിത്തിരിപ്പാണ് അതിനകത്ത് ഉണ്ടാക്കിയെന്ന് ആലോചിച്ചോണം. അവിടെ മുഖ്യമന്ത്രിക്ക് ഓഫീസ് ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. കുറേ കാലം കൊണ്ട് പറയുകയാണ് BJP ഓഫീസിൽ മുഖ്യമന്ത്രിക്ക് ഓഫീസ് ഉണ്ടെന്ന്. അപ്പോൾ ഒരു പത്രപ്രവർത്തകൻ, ഒരാൾ, ഞാൻ പേര് പറയുന്നില്ല, ഈ പ്രവർത്തകരെ പേര് പറയുന്നത് ശരിയല്ല, ഒരു റിപ്പോർട്ടർ വന്ന് പറയുന്നു മുഖ്യമന്ത്രിക്ക് അവിടെ ഓഫീസ് ഉണ്ടോ എന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അവിടെ മൊത്തം കയറി ഇറങ്ങി മുഴുവൻ കണ്ടതിന് ശേഷം പുറത്ത് വന്നിട്ട് പറയുന്നു അങ്ങനെ മുഖ്യമന്ത്രിക്ക് ഇവിടെ ഒരു ഓഫീസൊന്നുമില്ല. അത് റിപ്പോർട്ട് ചെയ്തു. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ചുകൂടെ പ്രമുഖനായ ഒരാൾ, തിരുവനന്തപുരത്തെ പ്രമുഖനായ ഒരാൾ, ഏഷ്യാനെറ്റിനൊക്കെ നിന്ന് ഒരുപാട് ബഹളമൊക്കെ ഉണ്ടാക്കി ഒരു മന്ത്രിയുടെ സ്ഥാനം വരെ കളഞ്ഞ വളരെ പ്രമുഖനാണ്. അദ്ദേഹം ഉടനെ വീണ്ടും വന്ന് പറയുകയാണ് മുഖ്യമന്ത്രിക്ക് ഓഫീസ് ഉണ്ട് അവിടെ, ഇപ്പം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അകത്ത് കയറുകയാണ്. എന്നിട്ട് അകത്ത് കയറിയിട്ട് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഒന്നും ആ വിഷയം മിണ്ടുന്നില്ല. ഇനിയിപ്പോൾ അടുത്തവന് കയറും മുഖ്യമന്ത്രിക്ക് ഓഫീസുണ്ടോ. ഇത്ര വികലമാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അവർ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, BJP പോലൊരു പാർട്ടി, അവർ ഓഫീസ് വെച്ചു. ആരെങ്കിലും മുഖ്യമന്ത്രി ഓഫീസ് എന്ന് പറഞ്ഞ് ഭരണം കിട്ടാതെ ഒരു ഓഫീസ് ഉണ്ടാക്കി വയ്ക്കുമോ? അതുപോലെ തന്നെ പ്രസിഡന്റ് എന്ന് പറയുന്ന ആളെന്നൊക്കെ ആയിരിക്കും, പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാരൊക്കെ ആയിരിക്കും മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ സംഭവിക്കുന്നത്. മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആരായിരിക്കും മത്സരിക്കുന്നത്? രാജീവ് ചന്ദ്രശേഖരോ സുരേഷ് ഗോപിയോ വളരെ പ്രധാനപ്പെട്ട ആളുകളായിരിക്കും. അവരുടെ ഓഫീസ് എവിടെ ആയിരിക്കും? അവരുടെ ഓഫീസ് പിന്നെ നമ്മുടെ AK സെന്ററിനകത്ത് മുഖ്യമന്ത്രിക്ക് ഓഫീസുണ്ടോ? എനിക്കറിയില്ല. പിണറായി വിജയൻ ഓഫീസുണ്ട്. പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്നുള്ള നിലയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊക്കെ ഉള്ള ആളെന്നുള്ള നിലയിലും ഒക്കെ പിണറായി വിജയൻ ഓഫീസുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, എല്ലാ കാലവും ഉണ്ടായിരിക്കും. പക്ഷേ MV ഗോവിന്ദനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ മുഖ്യമന്ത്രിക്കൊരു ഓഫീസ് സെക്രട്ടേറിയറ്റിലുണ്ടോ? പ്രധാനമന്ത്രിക്കൊരു ഓഫീസ് BJP ഓഫീസിലുണ്ടോ? എത്ര വിവരക്കേടാണ് പറയുന്നത്. ആ വിവരക്കേട് പറഞ്ഞ് ചാനൽ റേറ്റ് കൂട്ടുക എന്തൊരു മാധ്യമ പ്രവർത്തനമാണ്. അപ്പോൾ ഇത് നിങ്ങൾ മതിയാക്കണം. നിങ്ങൾ കുറച്ചുകൂടെ മാന്യമായ മര്യാദയ്ക്കുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഇത് കാണാൻ ആളുണ്ടാവും. മുഖ്യമന്ത്രിക്ക് BJP ഓഫീസിൽ പിന്നെ ഒരു ഓഫീസ് ഉണ്ടോ എന്ന് കേട്ടാൽ കൗതുകം ഉണ്ടായിരുന്നു. അതാ അങ്ങനെ ഉണ്ടോ കാണാമെന്ന് പറയും. പക്ഷെ ഒരു കാര്യമില്ല. അങ്ങനെ ആരെങ്കിലും പണിത് വെക്കും. അത്ര മന്ദബുദ്ധികളാണോ ഈ പാർട്ടിക്കാരൊക്കെ? എന്തായാലും BJPയുടെ സംസ്ഥാന ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. വലിയ സൗകര്യങ്ങളുള്ള ഓഡിറ്റോറിയവും പിന്നെ മറ്റ് സംവിധാനങ്ങളും മ്യൂസിയം അല്ല, നമ്മുടെ ലൈബ്രറിയും വാർ റൂമും അതുപോലെ തന്നെ മീഡിയ 10-50 പേർക്ക് ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന മീഡിയ റൂമും, അങ്ങനെ വളരെ മനോഹരമായ രീതിയിലാണ് BJP ഓഫീസ് ചെയ്തിരിക്കുന്നത്. അത് ഇരിക്കുന്ന ലൊക്കേഷനും വളരെ കറക്റ്റാണ്. കാരണം തമ്പാനൂർ ബസ് സ്റ്റേഷൻ്റെ അടുത്താണ്, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. അപ്പോൾ വരുന്നവർക്ക് പിന്നെ അതുപോലെ അത്യാവശ്യം ഡോർമെറ്ററി ഉണ്ട്. പ്രധാനമന്ത്രിക്കടക്കം ഇന്നലെ പറഞ്ഞ അനുസരിച്ച് MT രമേശൊക്കെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതനുസരിച്ച് പ്രോട്ടോക്കോൾ അനുവദിച്ചാൽ പ്രധാനമന്ത്രിക്കും താമസിക്കാം. പക്ഷേ പ്രോട്ടോക്കോൾ അനുവദിക്കുമ്പോൾ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അനുവദിച്ചാൽ താമസിക്കാം. അത്രയ്ക്ക് സേഫായ രീതിയിൽ നല്ല മനോഹരമായ രീതിയിലാണ് ഈ കെട്ടിടം വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നലെ അവരെ സ്ഥാനാർത്ഥി പട്ടിക നമ്മുടെ ഔദ്യോഗിക ഭാരവാഹി പട്ടികയും അവതരിപ്പിച്ചു. അതിൽ ചെറുപ്പക്കാർക്ക്, പ്രൊഫഷണലുകൾക്ക് ഒക്കെ വലിയ പങ്ക് കൊടുത്തിട്ടുണ്ട്. ശ്രീലേഖ IPS എന്ന് പറയുന്ന IPSകാരിക്കുണ്ട്, ഡോക്ടർ KS രാധാകൃഷ്ണനുണ്ട്, ഡോക്ടർ അബ്ദുൽ സലാം നമ്മുടെ VC ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി VC ആയിട്ടുള്ള അബ്ദുൽ സലാം ഉണ്ട്, ഷോൺ ജോർജ് ചെറുപ്പക്കാർക്ക് കൊടുത്തിട്ടുണ്ട്, അനൂപ് ആന്റണി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെറുപ്പക്കാരുടെ സുരേഷ് ഉണ്ട് തിരുവനന്തപുരത്തെ. അപ്പോൾ വളരെ സീനിയർ ആയിട്ടുള്ളവരെയും പിന്നെ ശോഭാ സുരേന്ദ്രനെ കൃത്യമായി പൊസിഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി ഇതെല്ലാം വരുമ്പോഴും കുത്തിത്തിരിപ്പുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മുരളീധരൻ പക്ഷം എന്തോ സംഭവിച്ചു വന്നു. ഇന്നലെ മുരളീധരൻ പക്ഷത്തിന് ഇവർ പറയുന്ന സുരേന്ദ്രനൊക്കെ വളരെ ഗൗരവമായി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോഴും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ സുരേന്ദ്രൻ പക്ഷത്തെ ഇല്ലാതാക്കി എന്തൊക്കെയാണ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വല്ലാത്ത കുത്തിത്തിരിപ്പ് മാധ്യമ പ്രവർത്തനമാണ് നടക്കുന്നത്. എന്തായാലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് BJP ഇന്നലെ വളരെ മനോഹരമായ രീതിയിൽ അവരുടെ ഓഫീസ് അവർ സജ്ജമാക്കിയിട്ടുണ്ട്. ഇന്നത് അമിത്ഷാ ഉദ്ഘാടനം ചെയ്യുന്നു. അവരുടെ ഔദ്യോഗിക ഭാരവാഹികളുടെ പട്ടിക അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇനി അവരുടെ മിഷനെയാണ് എന്താണെന്നുള്ളതാണ് വിഷയം. അതിനെ സംബന്ധിച്ചുള്ള വിവിധ വിഷയങ്ങൾ സമൂഹത്തിൽ വരുമായിരിക്കും. എന്തായാലും രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കേരളത്തിൽ അവർ കാലുറപ്പിച്ചു. 20% വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അവർക്ക് വലിയ സംവിധാനങ്ങൾ, ഓഫീസ് സംവിധാനങ്ങൾ
ഉണ്ടാവും. ഇനിയിപ്പോൾ ജില്ലാ ഓഫീസുകളും പല സ്ഥലങ്ങളിലും സ്വന്തം കെട്ടിടവും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാകുമായിരിക്കും. എന്തായാലും ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിലേക്ക് BJP പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി കിട്ടുന്ന BJP പിന്നെ ഹാൻഡിലുകളിൽ നിന്ന് കിട്ടുന്ന സുപ്രധാന വാർത്ത.